നമ്മൾ മരത്തുമ്പോൾ നല്ലോണം ചാമ്പ പണി കിട്ടി കണ്ടില്ല കുഴപ്പല്ലേ ഞാൻ പണിയൊക്കെ ഒരുങ്ങട്ടെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഹലോ അസ്സലാമലൈക്കും. അപ്പൊ കൊറേ ദിവസമായില്ലേ നമ്മള് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇന്നത്തത് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. കൊറേ ദിവസം വീഡിയോ എന്താ ഉണ്ടായിന്ന് വെച്ചാല് പനിയായിരുന്നു കേട്ടോ. പനിച്ച് കിടക്കുക, സത്യം പറഞ്ഞ ഒരാഴ്ചയായിട്ട് പനിച്ച് കിടക്കിയിരുന്നു. അപ്പൊ ഇന്ന് പെണിയിട്ടിട്ടുണ്ട്. എന്നും അല്ലാത്ത ദിവസമൊക്കെ ഇടക്കൊക്കെ ഓരോ പണിയൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ എല്ലാ പണി എടുക്കുന്ന ദിവസമാണ്. പോരാത്ത കുട്ടികൾക്ക് സ്കൂളും ഉണ്ട്. ഋഷുവിന് 2 ആഴ്ച സ്കൂൾ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ വീട്ടമ്മമാർക്ക് അസുഖം വന്നു കഴിഞ്ഞാലാണ് വീടിൻ്റെ താളം തെറ്റല്ലേ, ക്ലീനിങ്ങും നടക്കൂല, അതുപോലെ നേരത്തെ ശരിക്കും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും പോലും പറ്റൂല. അപ്പോൾ അതന്നെ നമ്മളെ വീടിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയേക്കരം വീട്ടമ്മമാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരാഴ്ച പനിച്ച് കിടന്നതിന് ശേഷം എന്താ പറയുക ഡെയിലി റൊട്ടീനിലേക്ക് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിന്ന് മുതൽ ഇപ്പോൾ എല്ലാ ജോലി എടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് എനിക്കാണെങ്കിൽ ക്ഷീണമൊന്നും മാറിയിട്ടുമില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണം കാരണം അതൊന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ ഇപ്പം മുതൽ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഋഷുവിന് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വത്തൊക്കെ കട്ട് ചെയ്യണത്. ഓന് മിൽക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ച വരെ ഉള്ളൂ സ്കൂള്, അതൊരു സമാധാനം. ഋഷു, അനക്ക് എന്താ സ്കൂൾക്ക് പോകാനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താ ഡിസ്ലൈക്കോ? ഒക്കെ തിന്നോടാ വത്തക്ക തന്നെ സ്കൂളിൽ കൊണ്ട് വത്തക്ക ആയതുകൊണ്ട് വെള്ളമൊന്നും കൊണ്ടോണ്ടല്ലോ. വെള്ളം കൊണ്ടോണോ? മമ്മി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. കൊറേ നാളുകൾക്ക് ശേഷം രാവിലെ തന്നെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് പനിച്ച് കിടക്കിയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം, എല്ലാം പണിയെടുക്കണം. മറ്റേത് എനിക്ക് വെക്കണ പോലെ എന്തെങ്കിലുമൊക്കെ ഓരോ പണിയെടുത്ത് ജീവിക്കുന്നു ഇത്രയും നാളും. പിന്നെ ഇപ്പൊ സ്കൂളും തുടങ്ങാല്ലേ. അപ്പൊ ദോശയും പിന്നെ എന്താ ചട്നിയായിട്ട് ഉണ്ടാക്കിയിരിക്കണ്, പൊട്ടുകടല ചട്നി. അപ്പൊ അതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം രാവിലെ തന്നെ ജഗബോഗയൊക്കെ ഉണ്ട്, സ്കൂളുള്ള ദിവസമാണല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ. ഇനി കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ. എന്ന് പറഞ്ഞിട്ട് എല്ലാ പണിയെടുക്കണം. കുഞ്ഞിച്ചക്കന് പപ്പ ഡ്രസ് ഇട്ട് എടുക്കുകയാണേ. യൂണിഫോം ഇടാനൊക്കെ മറന്നിക്കണു. സ്കൂൾക്ക് പോയപ്പോല്ലേ എന്താ ഡിസ്ലൈക്ക് അച്ഛനറിയോ? ഞാന് എന്താ എനിക്ക് ഉറക്കാൻ സമയം കിട്ടിയില്ല. എനിക്ക് നല്ല ഉറക്കം വേണം. അപ്പൊ നിങ്ങളാ വിചാരിക്കാൻ ഡിസ്ലൈക്ക് അച്ഛനെ എല്ലാം സെറ്റായി. പക്ഷെ മാർക്ക് കിട്ടിയിട്ടില്ല. ഇച്ചെന്നും സ്കൂളുണ്ട്. ആ ചെറുക്കനുമായി 2 ആഴ്ച കിട്ടുന്നവരെ ഞാൻ പോണത്. ഞാൻ സ്കൂളിൽ തന്നെയാണ് ചുരുക്കി പറഞ്ഞ. രാവിലെ പോയാല് 3 മണി വരെ സ്കൂളിൽ തന്നെയാണ്. ഋഷുവിന് പിന്നെ സുഖാലേ. ഒപ്പം പോയി ഇപ്പൊ തന്നെ വരും. ഞാൻ സ്കൂള് വിട്ട് വരുമ്പോ ബിരിയാണി ഒക്കെ റെഡി ആക്കി വെക്കോണ്ടിട്ടോ. ഞാൻ കൈ കഴുകി വരുമ്പോ സ്കൂളിൽ നിന്ന് ഞാൻ പോവല്ല. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. അപ്പൊ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി. ഇനിയിപ്പൊ എന്റെ വീട്ടുപണി തുടങ്ങാണ് കേട്ടോ. മുറ്റ മുതൽ അടിച്ചു വരാണ്ട് കുറെ ദിവസമായി മുറ്റം അടിച്ചു വരിയിട്ട് 2-3 ദിവസമായി. അതിന്റെ ഇടയിൽ വെയ്ക്കണ സമയത്തൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് ഇലയൊക്കെ തോണ്ടിയിട്ട് പോരും കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യം തന്നെ ഇനിയിപ്പോ ചെയ്യാൻ പോണത് മുറ്റടിച്ചു വരണം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. പിന്നെ ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. അപ്പൊ ബിരിയാണി ഉണ്ടാക്കണം. പനിയൊക്കെ ആയിട്ട് ബിരിയാണി തിന്നാനൊക്കെ ആഗ്രഹമുണ്ട്. ഇടക്ക് നല്ല ഫുഡൊക്കെ തിന്നാൻ പുതിയാകുമ്പോ ഹോട്ടലിൽ നിന്ന് കൊടുത്തിരുന്നു കേട്ടോ. അല്ലൊക്കെ എനിക്ക് പക്ഷെ അതൊന്നും തിന്നാൻ വെച്ചില്ല. ഞാൻ വെറും കഞ്ഞി മാത്രമാണ് കുടിച്ചിരുന്നത്. എന്തൊക്കെ തിന്നാന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഒന്നിനും വെയ്ക്കൂല. എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഫുള്ള് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. എപ്പോഴും നല്ല ക്ഷീണമുണ്ട്. പക്ഷെ ഇനിയും ഇങ്ങനെ പനിച്ച് കിടന്നാൽ ശരിയാവില്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ പണിയൊക്കെ ഒന്ന് ഒരുക്കട്ടെ. നമ്മളെ മരത്തുമ്പോൾ നല്ലോണം ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതുകൊണ്ട് എന്താ കാട്ടുക എന്നാണ് ഞാൻ നോക്കണത്. കണ്ടോ കണ്ടോ താഴൊക്കെ ചാടി കിടക്കണുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മളെ ചാമ്പക്ക കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം.
അല്ല അങ്ങനെ എനിക്ക് കടയൊക്കെ പോയിട്ടോ. അപ്പൊ വീടൊക്കെ കിടക്കണ കോലെന്ന് പറഞ്ഞാൽ ആകെ ഡർട്ടിയായിട്ടാ കിടക്കണത്. എല്ലാ സാധനങ്ങളും അതിനെതിരെ വാരി വലിച്ചു. ഇന്നലെ ഞായറാഴ്ചയാണ്. അപ്പൊ പിന്നെ വീടിന്റെ കോലം പറയേണ്ടില്ല. 3 ആള് വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ സാധനങ്ങളൊക്കെ അതിനെതിരെയൊക്കെ കിടക്കണ്ട. അപ്പൊ അതൊക്കെ ഒന്ന് ഇനി ക്ലീൻ ചെയ്യണം. ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെച്ചിട്ടില്ല. എല്ലാരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി എടുക്കണം ഇഷ്ടം. അല്ലെങ്കിൽ ഞാനിപ്പോ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെച്ച് ഇങ്ങോട്ട് പോരുമ്പോഴത്തേന് ചിലപ്പോ ഈ കടല ടീഷർട്ടോ തുണിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആകെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, കടുക്കി പെറുക്കി വെക്കട്ടെ, എന്നാലുള്ളൂ കാണുമ്പോൾ സമാധാനം വരിക. എന്നിട്ട് പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ അടിച്ചു വരി തുറക്കാന്. എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് വെച്ചാൽ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം, ഒരു വൃത്തിയാണ്. അടിച്ചു വരിയിട്ടില്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല, അടിച്ചു വരിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല, അതൊക്കെ യഥാ സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോഴുള്ളൊരു സമാധാനം അല്ലേ. അപ്പൊ റൂമൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്, അടിച്ചു വരിയിട്ടില്ല കേട്ടോ. അതുപോലെ മേശയൊക്കെ ഒന്ന് ജസ്റ്റ് തുടക്കണം. അത് ഏതായാലും ഒന്നിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ആരും വരാനൊന്നുമില്ലല്ലോ, പിന്നെ അത്ര വലിയ പൊടിയൊന്നും ഇല്ല. ഇനിയിപ്പോ നമുക്ക് അടുത്ത പണി എന്താന്ന് വെച്ചാൽ അലക്കാൻ കുറെ ഡ്രസ്സ് ഉണ്ട്, അത് മെഷീനിലിടണം. പിന്നെ ഇന്നലെ കിച്ചണിൽ ഇന്നലെ രാത്രി കുറച്ച് സാധനങ്ങൾ കൊടുന്നൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് ലെവലാക്കണം. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അല്ലെ, കുട്ടികൾ വരുമ്പോഴത്തേന് ബിരിയാണി ഉണ്ടാക്കണ്ടേ. അപ്പൊ ആദ്യം ഒന്ന് മെഷീനിൽ കൊണ്ടുപോയി ഒന്ന് ഇടട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ അടുക്കളയിലത്തെ പണിയൊക്കെ എടുക്കാം. അപ്പൊ നമ്മളെ കിച്ചണിന്റെ സ്ഥിതി ഇതാണ് കേട്ടോ. കിടക്കണ കോലങ്ങള് കുഴങ്ങിയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള പരിപാടി തുടങ്ങാൻ കേട്ടോ. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ തൊലിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം മസാല ഉണ്ടാക്കണം. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മിടണം. അപ്പൊ അതിനുള്ള പരിപാടി കേട്ടോ. വേഗം ചെയ്യട്ടെ, കുട്ടികൾ വരുമ്പോഴത്തേന് ബിരിയാണി ആവണല്ലോ അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ പോലെ വെയ്യേ പണിയെടുക്കാനൊക്കെ ആകപ്പാടൊരു ചൂടും പുകയും അസ്വസ്ഥതയും
ക്ഷീണമൊക്കെ തോന്നുകയാണ്. എന്തായാലും വേഗം ചെയ്യട്ടെ, പറഞ്ഞിരുന്ന കാര്യം നടക്കൂലല്ലോ അല്ലേ. കിട്ടി കറണ്ടില്ല. ഇനിയിപ്പോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കല്ലിൽ ചതക്കണം. അല്ലെങ്കിൽ പിന്നെ TV ഉള്ള റൂമിൽ അവിടെ ഉണ്ട് കേട്ടോ ഇൻവെർട്ടർ, അവിടെ അടിച്ചെടുക്കലേ, അതാണ് നല്ലത്. ഉള്ളി അരിഞ്ഞിട്ട് ആകെ മൂക്കുന്നും കണ്ണുന്നൊക്കെ വെള്ളം വന്നിക്കണ്. നമ്മൾ ചതച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മിട്ടു. ഇപ്പൊ 12:15 ആയിക്കണ്. 12:50 കേട്ടോ സ്കൂള് വിട്ട് ഇവിടുത്തെ 1 മണി അവിടെ എത്തുമ്പോ 12:50 സ്കൂള് വിടുക. അപ്പൊ ഇനി ഒക്കെ ക്ലീൻ ചെയ്യണം അല്ലെ. നമ്മളെ ബിരിയാണി അവിടെ കിടന്ന് ദമ്മാവുന്ന സമയം കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഓല് വരുമ്പത്തിന് ഇന്റത് കഴിയുന്നു. കാരണം ഞാൻ ഇപ്പൊ തന്നെ കുഴങ്ങി. കുറെ ദിവസമായില്ലേ റെസ്റ്റ് എടുക്കണ. അപ്പൊ ഒന്നിച്ചും കൂടെ ജോലി എടുത്തിട്ട് പറ്റ ക്ഷണിച്ചിക്കണ്. ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെ അടുപ്പും വീതിനിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നേരം അടിച്ചു വരി തുടക്കണം. പതുക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഒറ്റയടിക്ക് എനിക്കൊന്നും വെക്കൂല. ഏതായാലും പതുക്കെ ഇങ്ങനെ ചെയ്യട്ടെ അല്ലെ. അതേ പാത്രം കഴുകുക. അപ്പൊ ഞാൻ ബിരിയാണി ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ചിക്കൻ എളുപ്പ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ ഒരു സ്റ്റേജ് ഒഴിവാക്കിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ വറുത്തിടുമല്ലോ നമ്മള്. ആ പരിപാടി ഒഴിവാക്കിയിരിക്കണം. എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുക. എന്നാലും രസാക്കണം കേട്ടോ. സിമ്പിൾ ആണെങ്കിലും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയത് നല്ല രസമാണ്. പിന്നെ ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കുമ്പോ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടൂല കേട്ടോ. അതൊക്കെ ഒരു പണിയാണ്, 2ാം പണിയാണ്. അതൊക്കെ ഒരു ഗാർണിഷിങ്ങിന്റെ ഒരു ഉദ്ദേശമാണല്ലോ. നമുക്ക് വെറുതെ വീട്ടിൽ കഴിക്കാനല്ലേ, ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യലാണ്. അപ്പൊ ഇനി ബാക്കി പണി തുടങ്ങലേ. ഇരുന്നാ അപ്പൊ നടക്കൂല. പതുക്കെ അങ്ങനെ ചെയ്യട്ടെ.
ബിരിയാണിക്കാര് വന്നിക്കണ്. ബിരിയാണി നൂഡൽസ് ഒക്കെ തിന്നാണ്ടാ വന്നിക്കണ്. എന്തേ റഷുവോ? തലവേദനയായിട്ട് ഞങ്ങളെ നടത്തിച്ചു. അതാണ് തലവേദന. അറിയോ എന്തേ കിഡ്മി? എങ്ങനെയുണ്ട്? കൊഴപ്പല്ലേ? ഋഷു ഋഷുക്കും നോക്കിയിട്ടില്ല ഇനി. അങ്ങനെ എല്ലാരും ചോറൊക്കെ തിന്നു ഇക്ക പോയി. ഋഷുണ്ട് അവിടെ ഫോണമ്മ കളിക്കണം. മോളൂര് ഇനി ട്യൂഷൻ ഉണ്ട് കേട്ടോ. 3:30 മണിക്കൂർ ഓളൊപ്പം പോവും. അപ്പോൾ വന്നപ്പോഴൊന്നും പണി ഒരുങ്ങിയിട്ടില്ല. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ഞാനും കുറച്ച് ചോറൊക്കെ തിന്നു. ഇനി അടിച്ചൊരി തുടക്കട്ടെ. സത്യം പറയല കൊയങ്ങിക്കണ എന്നത്തെയും പോലെ ഒരു ഉഷാറൊന്നും കിട്ടണില്ല. പിന്നെ ഇപ്പൊ തുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 2 ദിവസമായി തുടച്ചിട്ട് സത്യം പറയാലോ വയ്യാഞ്ഞിട്ട് തന്നെ. അപ്പൊ ഇനി കുറച്ചേരൊക്കെ ഞാൻ കിടന്നു നോക്കി. കിടന്നിട്ടൊന്നും ക്ഷീണം പോണില്ല. ഇനിയിപ്പോ എന്താണെങ്കിലും അടിച്ചൊരി തുടച്ച് കുളിക്കണം. കുളിച്ചിട്ട് വേണം കുറച്ചേരം വിശ്രമിക്കാൻ. അപ്പൊ ഞാൻ ഇവിടേക്ക് ഒന്ന് അടിച്ചു വരി തുടക്കട്ടെ കേട്ടോ. കുട്ടി ഇതാ അവിടെ ഷർട്ടൊന്നും ഇടാതെ TV കണ്ടില്ലേ? എന്താ സുഖം. ഇതാരാ ഫോണിലടി? തന്നെ ഓള് ഫോണുമ്മ കളിച്ച. ഇതാ ഓലൊക്കെ ഒരു സുഖം. എന്ത് ഇപ്പളല്ലേ ബിരിയാണി ഇന്നത്? ഇനി എന്താണ്? ഞാൻ പണിയൊക്കെ ഒരുങ്ങട്ടെ. എന്നിട്ട് എന്തേലും ഉണ്ടാക്കി തരാം കേട്ടോ. നീ കുപ്പായിടാത്ത കുഞ്ഞു ചേർക്കാം അല്ലേ? മോളിതാ ട്യൂഷന് പോണു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ നല്ല നല്ല അടിപൊളി റെസിപ്പി ആയിട്ടൊക്കെ ഇനി വീണ്ടും വരും കേട്ടോ. കാരണം ഇപ്പൊ സുഖമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് റെസിപ്പി ഒന്നും ഉൾപ്പെടുത്താതിരുന്നത്. നല്ല നല്ല പൊതിച്ചോറിന്റെയും അങ്ങനെ കുറെ സംഭവങ്ങൾ ഓരോരുത്തർ ചോദിച്ചിട്ട് പിന്നെ സദ്യ ഉണ്ടാക്കുന്നത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പനിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് ആഴ്ചയില് 3 വീഡിയോസെങ്കിലും ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്താലോ. നല്ല ഉഷാറായിട്ടൊന്ന് വരട്ടെ. ആരോഗ്യമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് നമുക്കതൊക്കെ ചെയ്യാം. അപ്പോ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും.